ഒരു സർക്കാർ ഉൽപ്പന്നം തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യടിയോടുകൂടി പ്രദർശനം തുടരുകയാണ്. ഇപ്പോൾ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുബീഷ്, അതോടൊപ്പം തന്നെ നിർമ്മാതാക്കൾ കൂടെ ചേരുന്നു. വലിയ ഒരു അഭിപ്രായമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എങ്ങനെയാണ് ഇതിന്? സിനിമ റിലീസാവുന്നതിന് 2 ദിവസം മുമ്പേ നിസാം റാവുത്തർ ഇതിൻ്റെ തിരക്കഥാകൃത്ത് നമ്മളെ വിട്ടുപോയി. പക്ഷേ നിസാമുക്ക് ഏറ്റവും ആഗ്രഹിച്ചതുപോലെ ഈ സിനിമയ്ക്ക് ഓൾ കേരള വലിയൊരു ഒപ്പീനിയനോടുകൂടി, കാരണം പല തിയേറ്ററുകളിലും ആൾക്കാർ സിനിമ കണ്ടിറങ്ങുമ്പോൾ കൈയടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതേപോലെ ഇന്ന് സിനിമ GCCയിൽ റിലീസായി ഇന്നലെ. അപ്പം ഏതോ ഒരു ചെറിയ മലയാള സിനിമ ഇറങ്ങുന്ന അവസ്ഥയിലാണ് അവിടെ ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഇന്ന് തൊട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട നമ്മളൊരു PR വർക്കൊന്നും അവിടെ നടത്തിയില്ല. കാരണം നമ്മൾക്കതിൻ്റെ വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. അപ്പോൾ ചാനൽ അവിടുത്തെ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന റേഡിയോ ആൾക്കാർ രാവിലെ തന്നെ വിളിച്ച് ഈ പടം നമ്മൾ കുറച്ച് ആൾക്കാർ കണ്ടു, അതെന്തായാലും ഇവിടെ കുറേ ദിവസം ഓടും. അങ്ങനെ ഒരു മൊത്തത്തിലൊരു ഒപ്പീനിയൻ വന്നൊരു സിനിമയാണ്. കാരണം ഒരുപാട് നിരൂപകർ, എല്ലാ സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ കാലത്ത് യൂട്യൂബേഴ്സ്, വ്ളോഗർമാർ ഒരു കുറ്റവും പറയാത്ത ഒരു സിനിമയാണ്. പിന്നെ അതേപോലെ കണ്ട മലയാള സിനിമയിലെ ഡയറക്ടേഴ്സ് ജിസ് ജോയ്, വിനീത് ശ്രീനിവാസൻ, അവരൊക്കെ ഗംഭീര സിനിമ എന്ന് പറഞ്ഞ രമേശ് പിഷാരടി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ കഥയറിഞ്ഞ് ഈ സിനിമ എന്നെപ്പോലത്തെ ഒരാൾ നായകനാക്കി ഈ സിനിമ ചെയ്ത ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ ശരിക്കുള്ള ഹീറോ. അല്ല, ഞാനല്ല. കാരണം ഇതിൻ്റെ നല്ല കഥ ചെയ്ത നിസാം റാവുത്തറും ഇവർ രണ്ടുപേരും കൂടി ഉണ്ടായതുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെയാണ്. കാരണം സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സിനിമ ഇന്ന് നിങ്ങൾക്ക് ചെറിയ സിനിമയായിരിക്കും, പക്ഷേ ഇതായിരിക്കും നാളെ മലയാളത്തിൽ അറിയപ്പെടാൻ പോകുന്ന വലിയ സിനിമ. അപ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. പക്ഷേ നിസാമുക്ക് ഇല്ലാത്ത ഒരു ദുഃഖവും നമ്മളെ കൂടെയുണ്ട്. നായകനായി ഗംഭീര പെർഫോമൻസ് എന്നാണ് ഈ കണ്ട ആളുകൾ പറയുന്നത്. അല്ല, അതാണ് സന്തോഷം. അത് നമ്മൾ ആൾക്കാർ പറയുമ്പോഴാണല്ലോ നമ്മൾക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, നമ്മളൊരു നടനെന്ന നിലയിൽ നമുക്കൊരു ഇതുണ്ടാവും. കാരണം ഞാൻ ചെയ്തൊരു സംഭവം ആരും മോശം പറഞ്ഞില്ല, എല്ലാവരും നല്ലത് പറഞ്ഞു. എൻ്റെ കോളുകൾ ഒരുപാട് ആൾക്കാർ, എന്നെ വിളിക്കാത്ത ആൾക്കാർ പോലും എന്നോട് പറഞ്ഞു. കുറേ ആൾക്കാർ എന്നെ വിളിച്ചു. അത് വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഞാൻ 18 വർഷമായി ഞാൻ എന്തിനാണോ നടന്നത് അത് എനിക്ക് ഈ സിനിമയിൽ കൂടി പൂർത്തീകരിക്കാൻ പറ്റി. ഈ ഒരു സർക്കാർ ഉൽപ്പന്നത്തിന് ശേഷമെന്നും മുമ്പുമെന്നും സിനിമാ കരിയർ അടയാളപ്പെടുത്താൻ സാധ്യതയുണ്ട്. തീർച്ചയായും സർക്കാർ ഉൽപ്പന്നത്തിന് ശേഷമായിരിക്കും ഞാനെന്ന നടനെ മലയാളത്തിൽ കാരണം എനിക്കും കുറച്ച് ക്യാരക്ടറുകളും തന്നിട്ടുണ്ട്. അവരെ നമ്മൾ തമസ്കരിക്കാൻ പാടില്ല. കാരണം അവർ എനിക്ക് സിനിമ തന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ എനിക്ക് എത്താൻ പറ്റിയത്. അവർ സിനിമ തന്നുകൊണ്ടാണ് ഒരു സിനിമാ നടനായി ഇവരൊക്കെ എൻ്റെ വിശ്വസിച്ച് ഈ സിനിമക്ക് ഫണ്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെയൊന്നും തമസ്കരിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും സർക്കാർ ഉൽപ്പന്നത്തിന് ശേഷം എന്നൊരു സുബീഷ് എന്ന നടൻ അടയാളപ്പെടുത്തുന്ന കാര്യം എനിക്ക് സിനിമ കണ്ടവരൊക്കെ പറയുന്നു. എൻ്റെ മാത്രം തീരുമാനം. ഞാനിപ്പോഴും പറയേണ്ടത് കാണികൾ, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പറയുന്നതിനിടയിൽ ഒരുപാട് തവണ പറയുന്നുണ്ട് നിർമ്മാതാക്കളുടെ കാര്യം. വലിയൊരു അവസരമാണ് തന്നത്. ഒന്ന് രഞ്ജിത്ത്, അതോടൊപ്പം തന്നെ കൃഷ്ണൻ തുരുത്തി. എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു വിജയത്തെ കാണുന്നത്? ഇത് റിസ്ക് ഏറ്റെടുത്തെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സബ്ജക്റ്റ് കേട്ടപ്പോൾ തന്നെ ഇത് ചെയ്യണം തോന്നി. ഇത് ഒരു സമൂഹത്തിൽ ഒരു പ്രതിബദ്ധതയുള്ളൊരു സിനിമയാണെന്ന് മനസ്സിലായി, കഥയാണെന്ന് മനസ്സിലായി. അത് സിനിമയാവണമെന്ന് ആഗ്രഹം വന്നു. അങ്ങനെയാണ് കൃഷ്ണേട്ടൻ ഞാനും ഒന്നിച്ച് ചേർന്ന് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്. പിന്നെ സുബീഷ് ഏട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ ഒരു 15 വർഷം സുബീഷ് ഏട്ടൻ ചെയ്ത ഒരു ക്യാരക്ടറല്ല, വ്യത്യസ്തമായിട്ട് സുബീഷ് ഏട്ടൻ നല്ല കാലിബറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടം നേരത്തെ സുബീഷ് ഏട്ടൻ പറഞ്ഞ കണക്ക് ഞങ്ങൾ ഒരു PR വർക്കോ വലിയ പ്രൊമോഷൻസോ ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഒരു ജെന്യൂൻ സിൻസിയർ ആയിട്ടുള്ള റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ട ആൾക്കാർ എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. ഇന്നലെ GCCയിൽ റിലീസായി ദുബായിൽ നിന്ന്. ഞാൻ ദുബായിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ദുബായിൽ നിന്ന് എനിക്ക് ഒരുപാട് റിവ്യൂസ് വന്നിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് സംഭവിച്ചത് അവസാന നിമിഷത്തിൽ സെൻസർ ബോർഡിൻ്റെ കത്തി വീണതാണ്. ആ ഭാരതം എന്നുള്ള ആ പേര് എടുത്തു കളഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഞെട്ടലായിരുന്നു. ആ ഞെട്ടലിൽ നിസാമൊക്കെ 11 മണിക്ക് തന്നെ വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇഷേട്ട ഒന്നും പേടിക്കേണ്ട, 100 കോടി രൂപ പരസ്യം നമുക്ക് അതിലൂടെ ലഭിക്കും. ആ ഒരു സമയത്ത് എന്തായിരുന്നു തോന്നിയത് ഈ ഇങ്ങനൊരു നിയന്ത്രണം അവസാന ഘട്ടത്തിൽ വരുമ്പോൾ? ഇല്ല, നിസാമൊക്കെ പെട്ടെന്ന് സെൻസിറ്റീവ് ആവുകയും നിസാമൊക്കെ ഡൗൺ ആയി. പിന്നെ എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ അവർക്കൊന്നും നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ സെൻസർ ബോർഡിൻ്റെ ആ ഓഫീസറോട് മുന്നിൽ കരയുമ്പോഴൊക്കെ ഞാൻ ശരിക്കും തകർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെൻസർ ബോർഡ് പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ നമ്മളെ ഇതാക്കി. അപ്പോൾ അവർ പറയാണ്, നിങ്ങൾ കേരളത്തിലെ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ലോക സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് സെൻസർ ബോർഡ് പേരിട്ട സിനിമ ഇതാണ്. അവരാ പറയുന്നത്, നിങ്ങൾ ഭാരതം നിന്ന് മാറ്റുക, ഒരു സർക്കാർ ഉൽപ്പന്നം ആക്കിക്കോ.
അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ നമ്മളെ പടത്തിൻ്റെ പേര് നമ്മൾ ഇത്രയും കാലം താലോലിച്ച് വെച്ച പേര് 1 വർഷവും 6 മാസമായി ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്ത പേര്, അപ്പോൾ അത് നിങ്ങൾ മാറ്റി നിങ്ങൾ തന്നെ പേരിടുക എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു സുബീഷ് അധികം സംസാരമില്ല, ഇതാണ് നമ്മളെ തീരുമാനം. എങ്ങനെയാണ് ഈ പടത്തിൻ്റെ ഒരു വിജയത്തിന് എങ്ങനെയാണ് കാണുന്നത്? ഇത് സത്യം പറഞ്ഞാലേ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മ. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഭാരതം എന്ന് വെട്ടിമാറ്റിക്കൊണ്ട് അത് കൂടുതൽ അതിന് പബ്ലിസിറ്റി കിട്ടുകയും ജനങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്തത്. എല്ലാവരും എന്തുകൊണ്ടാണ് എന്തായത് ഈ കറുത്ത സ്റ്റിക്കർ കാണുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ അത് വലിയൊരു ഇത് തന്നെയാണ്. പിന്നെ ഒന്നുമില്ല, ഇത് എപ്പോഴും ജനങ്ങൾ ഏറ്റെടുത്തു. പിന്നെ എന്തായാലും വളരെയധികം സന്തോഷം. ചെറുതെന്ന് ഇവർ പറയുന്നു, പക്ഷേ പ്രേക്ഷകർ ആ പടത്തെ വലുതാക്കി വളർത്തിക്കൊണ്ടുവരികയാണ്. അത്രയും മനോഹരമായൊരു പടത്തിൻ്റെ വിജയത്തിൽ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. എല്ലാവിധ ആശംസകളും സുബിഷേട്ട. എല്ലാവർക്കും ആശംസകൾ.